ഹായ് ഗൈസ്, ഐ എം ഫാത്തിമ. നമുക്കിന്ന് ട്രേഡിംഗ് റിവ്യൂവിലുള്ള കുറച്ച് ബേസിക് ടൂൾസും ട്രെൻഡുകളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ടൂൾ ബോക്സിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന ആളാണ് ആര്? ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ട്രെൻഡ് ലൈൻ വെച്ച് നമ്മൾ BOS, ചോച്ച് ഇതെല്ലാം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഹൊറിസോണ്ടൽ ലൈൻ. കുറച്ച് ബാക്കിലേക്ക് നീങ്ങിയിട്ടൊക്കെ നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വാല്യൂ അറിയില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ വേർട്ടിക്കൽ ലൈന്, അത് ഞാൻ കൂടുതലും ടൈം പീരീഡ് ഒരു സെക്ഷനൊക്കെ എടുത്ത് നമ്മൾ ജേർണൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളതാണ് പാരലൽ ചാനൽ. ഈ പാരലൽ ചാനൽ വെച്ച് തന്നെ ട്രേഡ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആൾക്കാരിൽ ഒരു സെക്ഷനിൽ പെട്ടതാണ് ഈ പാരലൽ ചാനൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പല ഇതുകളും TP1, TP2 ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കും. അവിടെയൊക്കെ ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം ഞാൻ പൊതുവേ സ്റ്റാർ ചെയ്തിടും. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളത് ആ സമയമാകുമ്പോൾ ഈ താഴത്തൊരു ടൂൾ ബാർ പോലെ ചെറിയൊരു സെക്ഷൻ കിടക്കുന്നില്ലേ, അവിടെ നിന്ന് ആവശ്യം പോലെ യൂസ് ചെയ്യലാണ് പതിവ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഫസ്റ്റത്തെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂള്. ഇതാണ് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ ബേസിക് സാധനമാണ് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിലും നമുക്ക് മാർക്കറ്റ് എവിടെ നിന്ന് റിജക്ഷൻ കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. പിന്നെ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഇതിൽ നമ്മൾ ബൈ സൈഡ് സെൽ സൈഡൊക്കെ ഇട്ട് വെക്കും. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പൊതുവെ സ്റ്റാർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ വേണ്ട സാധനമാണ് പാത്ത്. ഈ പാത്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഹൈയിൽ നിന്ന് ഞാൻ താഴത്തോട്ട് മാർക്കറ്റ് പോവുകയാണ്. ഈ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ വരച്ചിട്ടല്ല പോകുന്നത്. മാർക്കറ്റ് വന്ന് ദെൻ അത് റിവേഴ്സായി, ദെൻ വീണ്ടും ഒന്നും കൂടി കയറി, ദെൻ വീണ്ടും താഴത്തോട്ട് ഇറങ്ങി സ്റ്റെപ്പായിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ ഈ ഒരു സ്റ്റെപ്പുകളിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഞാനിവിടെ നോക്കുന്നത് SMC, സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ അണ്ടറിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചോദിച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പം ഇത് ലാസ്റ്റ് വീക്കിലുണ്ടാകുന്ന ചാർട്ടാണ്. അപ്പോൾ ഈ വീക്കിൽ മാർക്കറ്റ് ഡൗൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്കുണ്ടാകുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ക്യാരക്ടർ ചേഞ്ച്, അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നേന്ന് തന്നെ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നു. BOS അഥവാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഹൈയിൽ നിന്ന് ലോവിലോട്ട് മാർക്കറ്റ് വന്നു. ദെൻ ആ ലോവിൽ നിന്നും ചെറിയൊരു സ്വിങ് ഹൈ ഉണ്ടാക്കുന്നു. എന്തിനാണ് സ്വിങ് ഹൈ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുണ്ടാകുന്ന പെൻഡിങ് ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് അവിടെ വരെ പോകുന്നു. എന്നിട്ട് വീണ്ടും നേരത്തെ ഉണ്ടാക്കിയ ലോവിനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് കയറുന്നു, പെൻഡിങ് ലിക്വിഡിറ്റീസ് എടുക്കുന്നു. ദെൻ വീണ്ടും ആ ഉണ്ടാക്കിയ ലോയിനേക്കാളും വലിയ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. ഹൈയിൽ നിന്നും ലോ ഉണ്ടാക്കി, ലോവിൽ നിന്നും സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ട്രെൻഡ് ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് പോകുന്നു. അതായത് ഈ ഒരു പാത്ത് ഞാൻ വേറെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, ആ മേളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുന്ന ട്രെൻഡുകൾ നമ്മൾ പറയുന്ന പേരെന്താണ്, അതാണ് ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡ് എന്നറിയാം. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് പറയും, ഹൈ. ആ ഹൈ ആക്ച്വലി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഹൈക്കും ലോക്കും ഇടയിൽ കിടക്കുന്ന പെൻഡിങ് ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് റിവേഴ്സായി, ലോവിൽ നിന്നും വീണ്ടും മേളിലോട്ട് കയറി. ബട്ട് മേളിലോട്ട് കയറിയിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്തില്ല, മറിച്ച് അവിടെ നിന്ന് വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് തിരിയുന്നു താഴത്തോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രീവിയസ്ലി ഉണ്ടാക്കി വെച്ച ലോയിനെ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ ഉണ്ടാക്കുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യും. ആ ലോവർ ഹൈയിൽ ഈ മാർക്കറ്റിൽ പെൻഡിങ് ഉണ്ടായിരുന്ന, അതായത് ആ ഒരു സ്ട്രക്ചറിൽ, ആ ഒരു സ്വിങ് ലോക്കും ഇടയിൽ ഉണ്ടായിരുന്ന പെൻഡിങ് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്നു. ദെൻ വീണ്ടും താഴത്തോട്ട് വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ
അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ടാവുന്ന ട്രെൻഡ് എന്താണ്? അതൊരു ഡൗൺ ട്രെൻഡാണ്. ഇപ്പം ഞാനിതിൽ കോപ്പി കമാൻഡ് CV ചെയ്തിട്ടാണ് ഞാൻ ലോവർ ഹൈ ലോവർ ലോ ഇപ്പോൾ എഴുതി പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ആ സൈഡിൽ കാണുന്ന ടൂൾ ബാറിൽ ടെക്സ്റ്റ് ഉണ്ട്, അത് വെച്ചിട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഡൗൺ ട്രെൻഡിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചത്. ഇങ്ങനെ ട്രെൻഡ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രെൻഡിൽ ഉണ്ടാവുന്ന ലോവർ ഹൈക്ക് ശേഷം ലോവർ ലോ, ദെൻ അടുത്ത ലോവർ ഹൈക്ക് ശേഷം താഴത്തോട്ട് പോകേണ്ടതിന് പകരം ആ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തു. അതായത് ഏറ്റവും താഴെ ഉണ്ടായ ലോവിനേക്കാളും ആ ലോയിന് റീസണായ ഹൈനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ പറയും ചോച്ച്. ചോച്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. താഴത്തോട്ട് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ലോവിന് കാരണക്കാരനായിട്ടുള്ള ഹൈനെ എന്ത് ചെയ്തു? മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്യാരക്ടറാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ചോച്ച് എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ വിളിക്കാം. ഇനി നമുക്കൊരു ട്രെൻഡ് അപ്പ് ട്രെൻഡ് പോകുന്നത് നമുക്ക് ചാർട്ടിൽ നോക്കാം. നമ്മളുടെ പാത്ത് ടൂൾ എടുത്തു. ഓക്കെ, ലോ ഉണ്ടായിരുന്നു, ആ ലോവിൽ നിന്നും ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഹയർ ലോ, അതായത് ഹൈയിൽ നിന്നും ലോയിലോട്ട് വരുമ്പോൾ ഹയർ ലോ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഹയർ ലോയിൽ നിന്നും വീണ്ടും ആ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഹയർ ഹൈസ് ഉണ്ടാവും. ദെൻ വീണ്ടും ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. പിന്നെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്വിംഗ് ലോനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന ചോച്ച്, ഇതെല്ലാം അവിടെ ഉണ്ട്. ദെൻ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS. ആദ്യം വരച്ചത് ഒരു ചോച്ചാണെങ്കിൽ ബാക്കി കിട്ടിയതെല്ലാം എന്താണ്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഒറ്റ ചോച്ച് മാത്രമാണ് ഒരു ട്രെൻഡിൽ കിട്ടുള്ളൂ. ദെൻ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോഴാണ് ചോച്ച് കിട്ടുക. പക്ഷേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓരോ സ്വിംഗ് ഹൈയിലും സ്വിംഗ് ലോയിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ ഏറ്റവും ലോ എന്നെടുക്കാം. ദെൻ ആ ലോ കാരണം ക്രിയേറ്റ് ചെയ്ത സാധനമാണ് ഹൈ. ഇനി ഈ ലോവിനും ഹൈക്കും ഇടയിൽ ഉണ്ടായിരുന്ന പെൻഡിങ് ലിക്വിഡിറ്റീസ് എന്ന് പറയുന്ന ടേമാണ് നിങ്ങളിപ്പോൾ തൽക്കാലം അതൊന്ന് കേട്ടിരിക്കാം. ആ ലിക്വിഡിറ്റീസ് എടുത്തുകൊണ്ട് വരുന്നത് ആരാണ്? ഹയർ ലോ. അതായത് ഹൈയിൽ നിന്നും ഉണ്ടായി താഴത്തോട്ട് വരുന്നു, എന്നാൽ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ലോയിനേക്കാളും കുറച്ചുകൂടി മേളിലാണ്, അതാണ് ഹയർ ലോ. ആ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഹയർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഹൈനെ ബ്രേക്ക് ചെയ്തുണ്ടാക്കുന്ന അടുത്ത ഹൈ. അങ്ങനെ ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ നമുക്ക് ഉണ്ടാക്കി പോകുന്നു. അങ്ങനെ ഹൈസ് വെച്ച് തുടങ്ങുന്ന സാധനം നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനൊരു അപ്പ് ട്രെൻഡ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഹയർ ഹൈയുടെ ആ ചാർട്ട് ബ്രേക്ക് ചെയ്യുന്നില്ലേ, അവിടെയായിട്ട് വരുന്ന നമ്മൾ ആ വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാം? ഇവിടുത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്. ഇതിപ്പോൾ ഒരു അപ്പ് ട്രെൻഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പും ഹയർ ലോവും. ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ലോവർ ഹൈയും ലോവർ ലോവും ആണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇത്രയും കാര്യം നിങ്ങൾ വളരെ ബേസിക്സ് ആണ് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ചത് നമുക്കൊന്നും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. മേളിലോട്ട് മാർക്കറ്റ് പോകുന്നതും താഴത്തോട്ട് മാർക്കറ്റ് വരികയും ചെയ്യുകയാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്? മേളിലോട്ട് മാർക്കറ്റ് വരുന്നു, താഴത്തോട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് ക്യാരക്ടർ ചേഞ്ച്, അതായത് മേളിൽ നിന്ന് താഴത്തോട്ടുള്ള ട്രെൻഡിൻ്റെ ഷിഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നോക്കിയത്. ഓക്കെ, നമ്മൾ ഒരു ഹയർ ലോവിൽ നിന്നൊരു ഹൈയിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ എന്താണ്, നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് പോവാണ്, നമുക്ക് ആ പോണ വഴിക്കൊക്കെ നമുക്ക് ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് കിട്ടും. ഇനി മേളിൽ നിന്ന് താഴെ പോവുകയാണെങ്കിലോ അപ്പോഴും നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും. ഇനി മേളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ട്രെൻഡിനെ റിവേഴ്സായി, ആ റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സാധനത്തിൻ്റെ പേരാണ് ചോച്ച്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം നോക്കാനുണ്ട്, സൈഡ് വേസ് ട്രെൻഡ്. അതായത് മേളിലോട്ടും ഇല്ല താഴത്തോട്ടും ഇല്ലാണ്ട് സ്റ്റെക്കായി നിൽക്കുവാണ് മാർക്കറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. മേളിലോട്ട് ഹയർ ഹൈസിനെയും ബ്രേക്ക് ചെയ്യുന്നില്ല, ഹയർ ലോസിനെയും ബ്രേക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലോവർ ഹൈനെയും ബ്രേക്ക് ചെയ്യുന്നില്ല, ലോവർ ലോയിനെയും ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് സൈഡേ പോയി ആ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് പെട്ടുപോയില്ലേ, അതുപോലെ പെട്ടുപോവാം.
ഇപ്പോൾ നമ്മൾ ട്രെൻഡ്സിൽ ഹയർ ട്രെൻഡ് പഠിച്ചു, ലോവർ ട്രെൻഡ് പഠിച്ചു, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡും പഠിച്ചു, അപ്പ് ട്രെൻഡും പഠിച്ചു. സൈഡ് വേസ് ജസ്റ്റ് ഒന്ന് നോക്കി. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അപ്കമിങ് ക്ലാസ്സസിൽ നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ചുകൂടി, അതായത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈവ് മാർക്കറ്റിൽ ഇന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ട്രെൻഡ് നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പാത്ത് ടൂളൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിയൽ മാർക്കറ്റിൽ ഇരിക്കുക, ട്രൈ ചെയ്യുക. ഒരു 1 month എങ്കിലും ബാക്കിലോട്ട് പോയി നിങ്ങൾ ആ ഒരു ടൈം പീരീഡിലുള്ള എല്ലാ ചാർട്ട്സും അനലൈസ് ചെയ്യുക. ഒരു 1-2 കറൻസി പെയേഴ്സിൻ്റെ ചാർട്ട്സ് അനലൈസ് ചെയ്തിട്ട് വരിക. കറൻസി പെയർ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗോൾഡും യൂറോ USD നോക്കിക്കോ. നമ്മൾ അതൊക്കെ എടുക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.